ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി സമാഗതമായിരിക്കുകയാണ്. ഈ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അനേകായിരങ്ങൾ, ലക്ഷങ്ങൾ ഈ പ്രഭാതം കാണാതെ കടന്നുപോയി. ഈ തരുണത്തിലൊരു കാര്യം പ്രത്യേകമായി ഓർമ്മിപ്പിക്കട്ടെ ദൈവമക്കളെ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന യുദ്ധം മാറുവാൻ, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അകന്നു പോകുവാൻ, ലോകത്തിൽ ശാന്തതയുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരം. ഈ അരക്ഷിതാവസ്ഥയുടെയും ഈ യുദ്ധത്തിൻ്റെയും അക്രമങ്ങളുടെയൊക്കെ അടിസ്ഥാനം ദൈവാനുഭവം നഷ്ടപ്പെടുന്നതാണ്. സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുവാൻ പലപ്പോഴും പലർക്കും സാധിക്കാതെ പോവുകയാണ്. ഈ പരിശുദ്ധ നോമ്പിലൂടെ കടന്നു പോകുവാൻ നമുക്ക് പരിശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് എളിമപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഈ യുദ്ധങ്ങളുടെയൊക്കെ അർത്ഥം എന്താണ്? എന്ത് നേടാനാണ്? എവിടെ വരെ നേടാനാണ്? കുറേ മണ്ണ് വെട്ടിപ്പിടിക്കുന്നതും കുറേ രാജ്യങ്ങൾ അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കുന്നതുമാണ് ലോകമെന്ന് കരുതുന്നവരെ പറ്റി കർത്താവ് പറയുന്നത്. ഇവരെല്ലാം ഭോഷന്മാരാണ്. നമുക്ക് യുദ്ധവും കലാപവും അകന്നു പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് അങ്ങ് വളരെ തിടുക്കത്തിലാണ്, എന്തൊക്കെയോ ചെയ്തു തീർക്കാനുള്ള വ്യഗ്രതയിലാണ്. നമുക്കറിയാം, ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കും. വ്യഗ്രത, ജീവിത വ്യഗ്രത, ഉത്കണ്ഠ. ഈ ജീവിത വ്യഗ്രതയും ഉത്കണ്ഠയും കുറയ്ക്കുവാൻ ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത് പരിശുദ്ധ നോമ്പാണ്. പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൈവീകമായ പ്രകാശം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഒന്നല്ല, ജീവിതത്തിലുടനീളം. യെശയ്യായുടെ പ്രവചനത്തിൽ 26-ാം അധ്യായം 12-ാം തിരുവചനത്തിലും യെശയ്യായുടെ പ്രവചനം 52-ാം അധ്യായം 12-ാം തിരുവചനത്തിലും പറയുന്നത്, നീ വേഗം ഓടണ്ട, തിടുക്കം കൂട്ടേണ്ട, ഞാൻ നിൻ്റെ മുന്നേ ഓടി നിന്നെ അനുഗ്രഹിക്കും. നീ എത്ര വേഗം ഓടിയാലും കർത്താവ് നിൻ്റെ കൂടെ ഓടുന്നില്ലെങ്കിൽ, കർത്താവ് നിന്നെ നയിക്കുന്നില്ലെങ്കിൽ, ഇതുപോലുള്ള യുദ്ധങ്ങൾക്കും അതുപോലുള്ള ക്ഷാമത്തിനും തകർച്ചകൾക്കുമൊക്കെ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കേണ്ടതായി വരും. ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവാനുഭവം നഷ്ടപ്പെടുന്നത് കൊണ്ട് മനുഷ്യൻ പരസ്പരം മാൻ ടു മാൻ ഈസ് വൂൾഫ് എന്ന് നീച്ചെ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ, ഹോബ്സ് പറഞ്ഞതുപോലെ, മനുഷ്യന് ചെന്നായാണ്. ഒരുത്തനെ അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല, ഒരു രാജ്യത്തിന് മറ്റു രാജ്യത്തെ അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ സഹനത്തിൻ്റെ വഴിയിലൂടെ യേശു തൻ്റെ ചെകിട്ടത്തടിച്ചവനോട്, മുഖത്ത് കാർക്കിച്ചു തുപ്പിയവനോട്, കുരിശിലേറ്റിയവനോട്, മുൾമുടി ധരിപ്പിച്ചവനോട് യേശു ക്ഷമിച്ചു. ഇന്ന് ആർക്കും ക്ഷമയുടെ പാഠം അഭ്യസിക്കുവാൻ വയ്യ. ക്ഷമിക്കണമെങ്കിൽ ദൈവസ്നേഹം അല്ലെങ്കിൽ പരിശുദ്ധ നോമ്പിൻ്റെ ആ അനുഭവം നമുക്കുണ്ടാകും. യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, ദൈവം നമ്മുടെ കൂടെയുണ്ട്. 46-ാം സങ്കീർത്തനത്തിൽ 10-ാം വചനത്തിൽ പറയുന്നത്, ദൈവം കൂടെയുണ്ടെന്ന് നീ തിരിച്ചറിയുക, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിയുക. ഇന്നാർക്കാണ് ശാന്തമാകാൻ സമയം? ഓടി വെട്ടിപ്പിടിക്കാൻ പോവുകയാണ്. 6 മണ്ണിൻ്റെ കഥ, ലിയോ ടോൾസ്റ്റോയുടെ കഥ നമുക്കറിയാം. എത്ര ഓടിയിട്ടു ആ മനുഷ്യന് അവസാനം 6 അടി മണ്ണാണ് ലഭിച്ചത്. നമുക്ക് 6 അടി മണ്ണ്, ഇപ്പോഴത്തെ കാലത്ത് 6 അടി മണ്ണുമില്ല. ഒരു കുടത്തിൽ നമ്മെ കത്തിച്ച് ചാമ്പലാക്കി ഒരു എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു പടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മെ അടക്കം ചെയ്യും. വിലപ്പെട്ടവരായി മാറണമെങ്കിൽ സഹനത്തിലൂടെ രക്ഷ പ്രാപിക്കും. അപ്പോൾ ദൈവം നമ്മെ നയിക്കും. ഈ പരിശുദ്ധ നോമ്പിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ സർവസ്വവും ദൈവത്തിലായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാനും പാടാനും സാധിക്കും. സർവവും യേശുനാഥനായി സമർപ്പിക്കും
സ്നേഹമോടെ ഞാൻ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ സമസ്തം, എൻ്റെ ദേഹം, എൻ്റെ ദേഹിയും, എൻ്റെ ആത്മാവും, എനിക്കുള്ള സമസ്തവും ഞാൻ ദൈവത്തിനായി സമർപ്പിക്കുന്നു എന്ന് പറയണമെങ്കിൽ, ആ ബോധ്യത്തിലേക്ക് വരണമെന്ന് വരികിൽ ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധം സുദൃഢമാകുമ്പോഴാണ് സംഭവിക്കുക. അത് സഹനത്തിൻ്റെ അനുഭവത്തിൽ, കാൽവരി കയറുന്ന അനുഭവത്തിലാണ് ഉണ്ടാവുക. പ്രിയമുള്ളവരെ, സഹനങ്ങളെ മാറ്റി നിർത്തി രക്ഷ പ്രാപിക്കാമെന്നാരും ചിന്തിക്കരുത്. അത് രക്ഷയിലേക്കല്ല, നാശത്തിലേക്കാണ് നമ്മെ നയിക്കുക. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ ഈ പരിശുദ്ധ നോമ്പ് നമ്മെ സഹായിക്കട്ടെ. ദൈവസാന്നിധ്യ സ്മരണ നമ്മെ നയിക്കുമാറാകട്ടെ.